ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടമ്മമാർക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സും കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കുറച്ച് ചെമ്മീനിൻ്റെ വേസ്റ്റാണ് കേട്ടോ ഇത്. തലയും തോടും ഒക്കെ ഉണ്ട്. ഇത് വെച്ചുള്ള നല്ലൊരു ടിപ്പാണ് ആദ്യം കാണിക്കുന്നത്. ചെമ്മീനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെയാണ്, പക്ഷേ അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ ഒത്തിരി പാടല്ലേ. വല്ലാത്ത നാറ്റവും എലിശല്യവും ഒക്കെ കൊണ്ട് നമ്മൾ പൊറുതുമുട്ടിപ്പോകും. വലിച്ചെറിയുന്ന ഈ വേസ്റ്റ് കൊണ്ട് ഇങ്ങനൊരു സൂത്രം ചെയ്താൽ നമ്മുടെ വീട്ടിലുള്ള പട്ടി, പൂച്ച, കോഴി എന്നിവയ്ക്കുള്ള ആഹാരവുമാകും. മാത്രമല്ല നമ്മുടെ പരിസരത്ത് ബാഡ് സ്മെല്ല് ഉണ്ടാകുകയില്ല. മറ്റുള്ള മീനുകൾ പോലെ ചെമ്മീനിൻ്റെ വേസ്റ്റ് നേരിട്ട് നമുക്ക് പട്ടിക്കോ പൂച്ചയ്ക്കോ കോഴിക്കോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഞാനിവിടെ ഈ വേസ്റ്റ് എൻ്റെ കോഴിക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 2 കിലോ ചെമ്മീനിൻ്റെ വേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത വേസ്റ്റിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ലേശം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ കോഴിക്കാട്ടോ ഇത് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തത്. നിങ്ങൾ പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുക്കാനുള്ളതാണെങ്കിൽ അതിൽ ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം വേവിക്കാൻ. വേവിച്ചെടുത്ത ഈ വേസ്റ്റ് ഇങ്ങനെ തന്നെ നമുക്ക് കോഴിക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ മുള്ളെല്ലാം അവയുടെ തൊണ്ടയിൽ കുടുങ്ങും. വേവിച്ചെടുത്ത ചെമ്മീൻ വേസ്റ്റ് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതാ കണ്ടോ, വെറും 2 സെക്കൻഡ് മിക്സിയിൽ ഒന്ന് അടിച്ചപ്പോഴേക്കും ചെമ്മീനിൻ്റെ മുള്ളെല്ലാം പോയി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. പട്ടിക്കോ പൂച്ചയ്ക്കോ ചോറ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഇത് മിക്സാക്കി കൊടുക്കാം. അവയ്ക്കത് ഒത്തിരി ഇഷ്ടമാകും. ഞാനിവിടെ എൻ്റെ കോഴിക്ക് കൊടുക്കുന്നത് ഗോതമ്പിൻ്റെ തവിടും ഒരല്പം ചോറും ചേർത്ത് മിക്സാക്കിയാണ് കേട്ടോ. അതിലേക്കാണ് ഞാനിത് ചെമ്മീൻ്റെ വേസ്റ്റ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ചെമ്മീൻ വേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിത് കോഴിക്ക് കൊടുക്കാം. ഇത് കണ്ടോ, എൻ്റെ കോഴിക്കെല്ലാം ഒത്തിരി ഇഷ്ടമുള്ള ഫുഡാണിത്. അവയെല്ലാം നല്ല ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടോ. കാൽസ്യത്തിൻ്റെ വലിയൊരു കലവറയാണ് ചെമ്മീൻ്റെ തോട്. മുട്ടയിടുന്ന കോഴികൾക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ മുട്ടയ്ക്ക് നല്ല ഉറപ്പും തോടിന് നല്ല കട്ടിയും ഉണ്ടാകും. മാത്രമല്ല ഇടയ്ക്കൊക്കെ നോൺ വെജ് കൊടുക്കുന്നത് കോഴികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ 2 തവണയായിട്ടാണ് വേസ്റ്റ് അരച്ചെടുത്തത്. ബാക്കി വന്നത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ 2-3 ദിവസത്തേക്ക് കേടാവാതിരുന്നോളൂ. വെറുതെ വലിച്ചെറിഞ്ഞ് നമ്മുടെ പരിസരം വൃത്തികേടാക്കുന്ന ഈ വേസ്റ്റ് ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഈ കുഞ്ഞു ടിപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അടുത്തായി കാണിക്കുന്നത്. നല്ല മഴയും തണുപ്പും ഒക്കെ അല്ലേ, നമുക്കൊരു കിടിലൻ ടേസ്റ്റിലുള്ള ഡാൽഗോണ കോഫി ഉണ്ടാക്കിയാലോ. അത് വെറും 1 മിനിറ്റ് കൊണ്ട്. നല്ല ക്രീമി കോഫി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 രൂപയുടെ 2 പാക്കറ്റ് ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. കോഫി പൗഡർ ഇതുപോലെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല ചൂടുവെള്ളമാണ് കേട്ടോ. പഞ്ചസാര എടുത്ത അതേ സ്പൂണിന് തന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 പാക്കറ്റ് കാപ്പിപ്പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 ടേബിൾ സ്പൂൺ വെള്ളവും മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നോർമലി ഡാൽഗോണ കോഫിയൊക്കെ ഉണ്ടാക്കുന്നത് ബീറ്ററോ വിസ്കോ ഒക്കെ വെച്ചിട്ടാണ്. അതൊക്കെ വെച്ച് ഒത്തിരി നേരം ബീറ്റ് ചെയ്താലാണ് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടുകയുള്ളൂ. പക്ഷെ നമ്മളിവിടെ ഇതുപോലുള്ള ഒരു സ്റ്റീലിൻ്റെ ചായ അരിപ്പയാണ് കേട്ടോ ഇതിനായിട്ട് എടുക്കുന്നത്. അരിപ്പ കൊണ്ട് ഏകദേശം 1 മിനിറ്റോളം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ കോഫിക്ക് ഡാൽഗോണ കോഫി, വിപ്പഡ് കോഫി, കപ്പുച്ചിനോ എന്നിങ്ങനെയൊക്കെ പേരുണ്ട് കേട്ടോ. ഇതിലേത് പേര് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പഞ്ചസാര ഇടാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, 1 മിനിറ്റ് പോലും ആയിട്ടില്ല. അതിനു മുന്നേ നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാരയും കോഫി പൗഡറും വെള്ളവും ചേർന്ന് നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. 2 പാക്കറ്റ് കോഫി പൗഡർ കൊണ്ട് 2 ഡാൽഗോണ കോഫിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. കോഫി ഉണ്ടാക്കാൻ ആവശ്യമായ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോൾഡ് കോഫിയാണ് ഇഷ്ടമെങ്കിൽ തണുപ്പിച്ച പാലും ഇതിനായിട്ട് എടുക്കാം കേട്ടോ.
ഇപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാനിവിടെ പാല് തിളപ്പിച്ചാണ് എടുക്കുന്നത്. നമ്മുടെ ടേസ്റ്റി കോഫി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പിലേക്ക് 2 സ്പൂണോളം നമ്മൾ ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന കോഫി പൗഡർ ഷുഗർ മിക്സ് ഇട്ട് കൊടുക്കാം. ഈ മിക്സിന് മുകളിലേക്ക് നമ്മൾ ആ തിളപ്പിച്ചെടുത്ത പാല് ചെറു ചൂടോടെ ഒഴിച്ചു കൊടുക്കാം. മുകളിലായിട്ട് 1 സ്പൂണോളം കോഫി ഷുഗർ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. അധികം ബീറ്റ് ചെയ്ത് കൈ വേദനിക്കാതെ കഷ്ടപ്പെടാതെ വെറും 1 മിനിറ്റ് കൊണ്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഡാൽഗോണ കോഫി അല്ലെങ്കിൽ നമ്മുടെ വിപ്പഡ് കോഫി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു കോഫിയാണ് കേട്ടോ ഇത്. മാത്രമല്ല ഉണ്ടാക്കാനും നല്ല എളുപ്പമല്ലേ. ഈ ടിപ്പ് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ചെയ്തു നോക്കണേ. നമ്മുടെ വാട്ടർ ടാപ്പ് ബ്ലോക്കായി പോയാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബ്ലോക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. ചിലപ്പോഴൊക്കെ ടാപ്പ് തുറക്കുമ്പോൾ ഇതുപോലെ നൂല് പോലെയാണ് വെള്ളം വരുന്നത്. ഫുള്ളായിട്ട് തുറന്നിട്ടാലും ഇതുപോലെയാണ് വെള്ളം വരുന്നതെങ്കിൽ നമ്മുടെ ടാപ്പ് ബ്ലോക്കായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഓടിപ്പോയി പ്ലംബറെ വിളിക്കാതെ നമ്മൾ കുറച്ച് ലൊട്ടിലൊടുക്ക് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഒന്ന് ചെയ്തു നോക്കണം. ചിലതൊക്കെ നിസ്സാര കാര്യം ഉണ്ടാവുള്ളൂ, അതിനൊക്കെ പ്ലംബറെ വിളിച്ച് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ബ്ലോക്കായ ടാപ്പിൻ്റെ ആ ഫിൽറ്റർ നമുക്കിങ്ങോട്ട് ഊരിയെടുക്കാം. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പ്ലെയർ ഉപയോഗിച്ച് ഇതൊന്ന് തിരിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഊരിപ്പോരും. ഇത് കണ്ടോ, ടാപ്പിൻ്റെ ഫിൽറ്ററിൽ നിറയെ അഴുക്കടിഞ്ഞു കൂടിയേക്കുന്നത്. ഇതിപ്പോൾ ഒത്തിരി നാളായിട്ടോ ഞാൻ ക്ലീൻ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ആദ്യം തന്നെ നമുക്ക് ആ ഫിൽറ്റർ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിൻ്റെ പുറമേ ഉണ്ടായിരുന്ന അഴുക്കും പൊടിയും ഒക്കെ കഴുകി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ നിറയെ പൊടികളുണ്ടാവും. നമ്മുടെ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെയുള്ള ഒരു ചെറിയ ബൗളിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫിൽറ്റർ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ അത്രയും വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അടുത്തതായി 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇട്ടപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് അനക്കാതെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. വിനാഗിരിയും ബേക്കിംഗ് സോഡയും ചേർന്ന ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. ഇത് ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഫിൽറ്ററിനകത്തുള്ള അഴുക്കിനെ എല്ലാം പുറത്ത് ചാടിക്കും. ഫിൽറ്റർ ക്ലീൻ ചെയ്യാനിട്ടിട്ട് 10 മിനിറ്റായി. നമുക്കതൊന്ന് എടുത്തു നോക്കാം. കണ്ടോ, ആ വെള്ളത്തിൻ്റെ നിറം കണ്ടോ, അഴുക്കൊക്കെ പിടിച്ച് നമ്മുടെ ഫിൽറ്ററിനുള്ളിലുണ്ടായിരുന്ന അഴുക്കെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്ക് ആ ടാപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഫിൽറ്ററിനുള്ളിൽ ഇതുപോലെ കരടും പൊടിയൊക്കെ അടിഞ്ഞുകൂടിയാണ് ചില സമയത്തൊക്കെ നമ്മുടെ ടാപ്പ് ബ്ലോക്ക് ആവാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്തൊക്കെ നമ്മൾ ഒന്നും നോക്കാതെ ഓടിപ്പോയി പ്ലംബറെ വിളിച്ച് വെറുതെ കാശ് കളയേണ്ട ആവശ്യമുണ്ടോ? ചിലർക്കൊക്കെ ഈ ടിപ്പ് അറിയായിരിക്കും, എന്നാൽ അറിയാത്തവരുണ്ടാകുമല്ലോ. അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിന്നിവിടെ ഈ ടിപ്പ് കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ആർക്കെങ്കിലും യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്